മുറിഞ്ഞ മനസ്സിൽ നിന്നും നിള പോലെ നീണമൊഴുകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ചില മുഖങ്ങളോട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ജന്മത്തിലെ ഇഷ്ടം തോന്നിപ്പോകുന്നത്? അതിനെ ഇഷ്ടമെന്ന് വിളിക്കാനാകുമോ? ചില ബന്ധങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് വരും, പിന്നെ ഒരു മായാജാലക്കാരൻ വർണ്ണപ്പൂക്കൾ മാറുന്നത് പോലെ നിറം മാറും. ഒടുവിൽ ആ പൂക്കളും മായും. മായാത്തത് മനസ്സിലെ മുറിവുകൾ മാത്രം, ഉള്ളിലെ സങ്കടങ്ങൾ മാത്രം. 16 വയസ്സിലും 40 വയസ്സിലും അതങ്ങനെയാണ്. നെഞ്ചിലെ എൻ്റെ ഈ ഭാരത്തെ ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും എന്നെനിക്കറിയില്ല. എൻ്റെ കണ്ണുനീർ തുള്ളികളെ വാക്കുകളാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. നമുക്കൊരു വിധത്തിലും ചേരാത്തവയോട് നമുക്ക് അതികഠിനമായ അഭിവാഞ്ച തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അറിയില്ലെങ്കിലും അതിനുവേണ്ടി ആഗ്രഹിക്കാതെ ദൂരെ ഓടിപ്പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എത്ര സങ്കീർണമാണ് ഈ സങ്കടങ്ങൾ. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു എൻ്റെ ഹൃദയത്തിലാണോ വെച്ചിരിക്കുക? ഈ നിമിഷം എനിക്ക് അങ്ങനെ തോന്നിപ്പോകുന്നു. എത്ര നോക്കിയിരുന്നിട്ടും നിന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. നീ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞിട്ട് കൂടി നിന്റെ ഈ പുഞ്ചിരിക്ക് ഇത്ര വശ്യതയുണ്ടെന്ന്, നിന്റെ കണ്ണുകൾക്ക് ഇത്ര തിളക്കമുണ്ടെന്ന്, നിന്റെ നിലവുകൾക്ക് ഇത്ര മാധുര്യമുണ്ടെന്ന് എന്തേ ഈ വൈകിയ രാവിൽ മാത്രം ഞാൻ തിരിച്ചറിയുന്നു. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ല എന്നറിയാം. എങ്കിലും എൻ്റെ ഫോൺ ശബ്ദിക്കുമ്പോൾ, വാതിൽക്കൽ ഒരു കാലടി ശബ്ദം കേൾക്കുമ്പോൾ, ഒരു വണ്ടി എൻ്റെ വീട്ടുവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ എന്തേ മനസ്സ് തുടിക്കുന്നു. മഞ്ഞുകണങ്ങൾ വീണ ഈ വഴികൾക്ക് നിന്റെ കാലടിപ്പാടിൻ്റെ സാമീപ്യമുണ്ടെന്നും, നീ തൊട്ടു നടന്ന ചെടികൾക്ക് നിന്റെ മണമുണ്ടെന്നും, ഈ മരച്ചോട്ടിൽ നിന്റെ കാത്തിരിപ്പുണ്ടെന്നും, ഇവയെല്ലാം ഏതു തേനിനേക്കാൾ മധുരമുള്ളതെന്നും എന്തേ ഈ വൈകിയ വേളയിൽ മാത്രം ഞാൻ തിരിച്ചറിയുന്നു. മുറിഞ്ഞറ്റു വീണ എൻ്റെ കൈവിരലിനേക്കാൾ വേദന എൻ്റെ കണ്ണുനീരിനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടായിരിക്കാം ഹൃദയം മുറിയുമ്പോൾ കണ്ണുനീർ നിശബ്ദമായി പോകുന്നതും, ഈ ലോകം എന്നിലേക്ക് ചുരുങ്ങുന്നതും, ഞാൻ ഏകനാകുന്നതും. ഇനി എന്ത് പറയാൻ? വിട എന്ന വാക്കിന് ഇത്ര അർത്ഥം തന്ന നിനക്ക് നന്ദി. മറവികൾക്കും അതിരുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാനും വൈകി. ഇനിയെല്ലാം ഓർമ്മപ്പെടുത്തലാണ്. നാം നടന്ന വഴികൾ, നാം ഒന്നിച്ചു കണ്ട കാഴ്ചകൾ, നാം ഒന്നിച്ചു സ്പർശിച്ച പൂക്കൾ, നാം ഒന്നിച്ചിരുന്ന ചാരുകസേരകൾ, ഇതെല്ലാം ഓർമ്മപ്പെടുത്തലാണ്. ഇതെല്ലാം മുറിഞ്ഞ ഹൃദയത്തെ വീണ്ടും വെട്ടിക്കീറലാണ്. എങ്കിലും ഈ മുറിവിനെ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഞാൻ നിസ്സഹായനാണ് ഇതോർക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ഇത് മറക്കാൻ ഒരു നെല്ലിട പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊന്നു വിതുമ്പട്ടെ, ഞാനൊന്ന് കരയട്ടെ, വെറുതെ എനിക്ക് വേണ്ടി, എൻ്റെ ഉള്ളിൽ കരയുന്ന ഏതോ ഓർമ്മകൾക്ക് വേണ്ടി. ഇനി ഞാൻ നിശബ്ദം വിതുമ്പി ജീവിക്കട്ടെ. അതാവാം ഒരു പക്ഷേ എൻ്റെ നിയമപുസ്തകത്തിൽ എനിക്ക് വേണ്ടി കാത്തുവെച്ച എൻ്റെ അന്തിമവിധി. വിട.